ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലിഫ്റ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റിൽ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓൾറെഡി എന്താണ് പാർട്ണർഷിപ്പ് എന്ന്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണാത്തവർ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ഒന്ന് നോക്കുക. FB നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ സന്തോഷ് കുളിയമരം എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മളത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് കാണാത്തവർ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ കാണാൻ വേണ്ടി ഒന്നവിടെ കയറി ക്ലിക്ക് ചെയ്യുക, നോക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്. അപ്പോൾ എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ ഒന്നാണ് എഗ്രിമെന്റ്, അല്ലെ? പാർട്ണർഷിപ്പ് ബിസിനസ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. സോ there should be a proper agreement between partners about the terms and conditions of the business. That is agreement. അപ്പോൾ പാർട്ണർഷിപ്പിൽ നിർബന്ധമായിട്ടും ഒരു എഗ്രിമെന്റ് ഉണ്ടാവും എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എഗ്രിമെന്റ് either may be in written or oral. It is not compulsory to maintain a written agreement according to Indian Partnership Act 1932. 1932 പാർട്ണർഷിപ്പ് നിയമപ്രകാരം നിർബന്ധമായിട്ടും എഗ്രിമെന്റ് റിട്ടേൺ ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഓറൽ എഗ്രിമെന്റ് ആവാം. ബട്ട് ഓറൽ എഗ്രിമെന്റ് ഇസ് നോട്ട് വാലിഡ് വെൻ എനി ഡിസ്പ്യൂട്ട്സ് ടേക്ക് പ്ലേസ് എമംഗ് ദി പാർട്ണേഴ്സ്. ഓറൽ എഗ്രിമെന്റ് ഇസ് നോട്ട് വാലിഡ്, അല്ലെ? അതായത് എന്തെങ്കിലും പാർട്ണർമാർ തമ്മിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓറൽ എഗ്രിമെന്റിന് വാലിഡിറ്റി ഇല്ല. അവിടെ ലീഗൽ ആയിട്ട് നോക്കുന്നത് റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രം. റിട്ടേൺ എഗ്രിമെന്റ് ഇല്ലെങ്കിൽ അതിന്റെ കോർട്ട് ആക്ഷൻ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഇപ്പൊ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് ഇൻ റിട്ടേൺ എന്ന് നോക്കാം. സോ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് മീൻസ് the written agreement. If the written agreement between partners, it is known as partnership deed. So partnership deed is a document which contains the terms and conditions among the partners. അല്ലെ? പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയ ഡോക്യുമെന്റ് ആണ് എന്ത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ പാർട്ണർഷിപ്പ് ഡീഡ് ഇസ് എ കൈൻഡ് ഓഫ് എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് ഡൂലി സൈൻഡ് ബൈ ഈച്ച് ആൻഡ് എവറി പാർട്ണേഴ്സ്. അല്ലെ? പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയ ഒരു ഡോക്യുമെന്റിനാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതായത് റിട്ടേൺ എഗ്രിമെന്റിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ പാർട്ണേഴ്സും നിർബന്ധമായിട്ടും സൈൻ ചെയ്തിട്ടുണ്ടാകും. ദെൻ ഓൺലി ഇറ്റ് വുഡ് ബി വാലിഡ്, അല്ലെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുകയുള്ളൂ. അപ്പൊ ഇനി ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പാർട്ണർമാർ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ പാർട്ണേഴ്സിനും അതറിയാം. അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് ഫ്യൂച്ചറിന് ആർഗ്യുമെന്റിന് സാധ്യതയില്ല, കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, ഒരു 4-5 പാർട്ണേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അധികം പണം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾക്ക് പ്രോഫിറ്റിന്റെ ഷെയർ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ ഒരിക്കലും അംഗീകരിക്കില്ല. അത് ചോദിക്കാൻ പാടില്ല എന്ന് ഇത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കും അറിയാം. അപ്പോൾ ആ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ not to avoid future disputes among partners regarding the functioning of the business, it is essential to maintain a proper written agreement between partners about the terms and conditions of the business. അല്ലെ? ബിസിനസിന്റെ ഫ്യൂച്ചറിൽ ഡിസ്പ്യൂട്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കിയതായിരിക്കണം. ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഉടമ്പടിയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അത് വാലിഡ് ആണെങ്കിൽ എഴുതി തയ്യാറാക്കിയാൽ മാത്രം കാര്യമില്ല. അതിൽ ഏതൊക്കെയാണോ പാർട്ണേഴ്സ് ഉള്ളത് ആ പാർട്ണേഴ്സ് നിർബന്ധമായിട്ടും വായിച്ച് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ലീഗൽ വാലിഡിറ്റി അല്ലെങ്കിൽ ലീഗൽ സാങ്ഷൻ അതിനുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതാണ്, അതിന്റെ എന്തൊക്കെ കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ എത്ര കണ്ടന്റ്സ് വേണമെങ്കിലും എഴുതി ചേർക്കാം. 100 കണക്കിന് കണ്ടന്റ്സ് നമുക്ക് അതിൽ എഴുതി ചേർക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ ഉള്ള പോയിന്റ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ എഴുതി ചേർക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മൾ ഒരു ഓർഡർ പറയുമ്പോൾ ഒന്നാമത്തത് എന്താണ്? നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്, അല്ലെ? നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ പേരെന്താണ്, അതുപോലെ ലൊക്കേഷൻ എഴുതണം. നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ബിസിനസ്.
ബിസിനസിന്റെ പേരും അതിന്റെ സൈറ്റും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വേണ്ടിയിട്ട് എന്താണ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്, ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിന്റെ നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കുക ഈ കണ്ടന്റ്സ് എക്സാമിന് ചിലപ്പോൾ ഒരു 4-5 കണ്ടന്റ് ചിലപ്പോൾ എക്സാം റൈറ്റ് എനി 4 കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, അത്ര മാത്രമല്ല ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ പാർട്ണർഷിപ്പ് ഡീഡ്? റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് പാർട്ണർഷിപ്പ് അല്ലെ, പാർട്ണർഷിപ്പിന്റെ റിട്ടൺ ഡോക്യുമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ പാർട്ണർഷിപ്പ് ഡീഡ് ഇസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ണേഴ്സ് ഇൻ റൈറ്റിംഗ് അബൌട്ട് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയ എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടന്റ് ആണ് ഇത്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പേരും, അല്ലെ നമുക്ക് ബിസിനസ് പല ഷോപ്പുകൾക്ക് പല പേരുണ്ടാവും, ആ പേരെന്താണ്, ആ ബിസിനസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ, അതിന്റെ ലൊക്കാലിറ്റി, പിന്നെ ലൊക്കേഷൻ, ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയാണ്, പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ണേഴ്സ്, എല്ലാ പാർട്ണേഴ്സിന്റെ നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം. പിന്നെയോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പാർട്ണേഴ്സ്, ഓരോ പാർട്ണറും എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ണേഴ്സ്, പാർട്ണർമാർ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസോ ഷെയർ ചെയ്യുന്നത്, അത് ഈക്വൽ ആയിട്ടാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, അത് കൃത്യമായിട്ട് എഴുതിയിരിക്കാം. പിന്നെ ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, ആരാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. പിന്നെ വിഡ്രോൾ ഓഫ് ദ പാർട്ണേഴ്സ്, എമൗണ്ട് ഓഫ് വിഡ്രോൾ ഓഫ് ദ പാർട്ണേഴ്സ് ഫ്രം ദ ബിസിനസ് ഡ്യൂറിങ് എ പീരീഡ്, ഓരോ പീരീഡിലും ഒരു പാർട്ണർക്ക് എത്ര വരെ പണം പിൻവലിക്കാൻ സാധിക്കും, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതും ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, തോന്നിയ പോലെ പൈസ എടുത്തിട്ട് പോകുമ്പോൾ പാർട്ണർമാർ തമ്മിലാണ് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഒരു പാർട്ണർക്ക് പരമാവധി എത്ര പണം ബിസിനസ് എടുക്കാം, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടും അതിൽ എഴുതിയിരിക്കണം. പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞു, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് വരുന്നത് സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി, ഏതെങ്കിലും പാർട്ണർക്ക് സാലറിയോ കമ്മീഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, നേരെ ഡെഫിനേഷനിൽ പറഞ്ഞില്ല, എല്ലാ പാർട്ണറും നിർബന്ധമായിട്ടും ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 4-5 പാർട്ണർ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഒന്നോ രണ്ടോ പാർട്ണർ മാത്രമായിരിക്കും ബിസിനസ് ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. പക്ഷേ പ്രോഫിറ്റ് ഷെയർ എല്ലാവർക്കും അതിൽ ആക്റ്റീവ് അല്ലാത്തവർക്കും കൊടുക്കണം. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ബിസിനസ്സിനെ ആക്റ്റീവായിട്ട് പണിയെടുത്തതിന് ചിലപ്പോൾ സാലറി കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് എഴുതിയിരിക്കണം. അതേ പ്രശ്നം പറയാൻ കാരണം വെച്ചാൽ അത് ഫ്യൂച്ചറിൽ ചില സമയത്ത് അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ള പാർട്ണർ സമ്മതിക്കണമെന്നില്ല. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയില്ലെങ്കിൽ ഒരു സാലറിയും ഒരു കമ്മീഷനും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് സാലറിയോ കമ്മീഷനോ ഉണ്ടെങ്കിൽ അത് എഴുതിയിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുടക്കിയ പണത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എത്രയാണെന്ന് എഴുതിയിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സ്വന്തമായിട്ട് ബിസിനസ്സിൽ നിന്ന് പണം എടുത്ത് സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന്റെ അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ആ കാര്യങ്ങൾ എഴുതിയിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഏതെങ്കിലും പാർട്ണർ എക്സ്ട്രാ ബിസിനസ്സിലേക്ക് ലോൺ ആയിട്ട് കൊടുത്താൽ അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, അത് അവിടെ എഴുതിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിരിക്കുന്നത്. ഇതിലല്ലാതെ എത്രയോ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ എഴുതി ചേർക്കാം. പ്രധാനമായിട്ടും വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി കണ്ടൻസ് പറയാം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ണേഴ്സ്, capital contribution of the partners, profit sharing ratio between partners, bank account operation, then interest on drawings, interest on capital, then interest on loan. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാർട്ണർഷിപ്പിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ കണ്ടൻസ് ആയിട്ട് എഴുതി ചേർക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക, മനസ്സിലാക്കുക. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ റിട്ടൺ document or written agreement between partners about the terms and conditions of the business. ബിസിനസിന്റെ നടത്തിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എഴുതി തയ്യാറാക്കിയ ഉടമ്പടിയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിലെ കണ്ടൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എക്സാമിന് ഒരു 4-5 കണ്ടൻസ് ചെയ്താൽ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത്രയും കണ്ടൻസ് പഠിക്കുക, പേര്